ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിലപാടുകളും ഉന്നയിക്കുന്നത്, അവതരിപ്പിക്കപ്പെടുന്നതും ക്രൈസ്തവ സമൂഹം അംഗീകരിക്കുന്ന, ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും അംഗീകരിക്കുന്ന വിശുദ്ധ ബൈബിളിൻ്റെ ആ നിലപാട് തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പെന്തക്കോസ്ത് ബ്രദർ ഇവാഞ്ചലിക്കൽ സമൂഹങ്ങൾ അവതരിപ്പിക്കുന്ന ഈ വീക്ഷണത്തിൻ്റെ പ്രൈമറി സോഴ്സ്, അതിൻ്റെ ഉറവിടം ബൈബിൾ തന്നെയാണ്. ഒരു ഉപദേശം അവതരിപ്പിക്കുമ്പോൾ, ഉപദേശം രൂപീകരിക്കുമ്പോൾ, അത് സമർത്ഥിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ പരിശോധന എന്ന് പറയുന്നത് ആ വിഷയത്തെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ അഭിപ്രായം എന്താ, ഈ ചർച്ച ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് സ്ലീഹന്മാരുടെ, അപ്പോസ്തലന്മാരുടെ കമൻ്റ് എന്താ, ഈ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ച് യേശുക്രിസ്തു എങ്ങനെയാണ് സമീപിച്ചത്, കൈകാര്യം ചെയ്യുന്നത്, ഈ വിഷയങ്ങളെ എങ്ങനെയാണ് ആദിമസഭ, ഫസ്റ്റ് സെഞ്ചുറി ചർച്ച് അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ സഭ എങ്ങനെയാണ്, പുസ്തകത്തിൽ കാണുന്ന സഭ എങ്ങനെയാണ് ആദിമസഭ ഈ വിഷയത്തെ സമീപിച്ചത്, സഭാ ചരിത്രത്തിലെ തെളിവുകൾ, ഇങ്ങനെയുള്ള ഉപാദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ദൈവശാസ്ത്രപരമായി ഇത്തരം പ്രമേയങ്ങളെ, ദൈവശാസ്ത്രപരമായ തർക്കങ്ങളെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. മരിയൻ വിജ്ഞാനവും മരിയഭക്തിയും എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ ഒരു കാര്യം പറയാൻ താല്പര്യപ്പെടുന്നത്, അത് എന്തെങ്കിലും തെറ്റിദ്ധാരണയും മുൻപതി ഉണ്ടെങ്കിൽ ശ്രോതാക്കൾക്ക് മാറുന്നതിന് വേണ്ടിയാണ്. യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയത്തെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള തെറ്റായ ചിന്തകളോ നെഗറ്റീവായിട്ടുള്ള സമീപനങ്ങളോ പെന്തക്കോസ്ത് സമൂഹത്തിനില്ല. അങ്ങനെ ഒരു ആരോപണം പലരും ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചർച്ചയിലടക്കം ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ അമ്മയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന, താഴ്ത്തിക്കെട്ടുന്ന ഒരു തരത്തിലുള്ള പ്രയോഗങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകത്തില്ല. അത് ഞങ്ങളുടെ ഒരു നിലപാടാണ്. രണ്ടാമതായി, ബൈബിളിൽ മാത്രമല്ല, ലോക ചരിത്രത്തിൽ തന്നെ, വനിതകളുടെ ചരിത്രത്തിൽ തന്നെ ഇതിനു മുമ്പും ഇപ്പോഴും ഇനിയും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിപ്രഭാവം ഉണ്ടെങ്കിൽ അത് യേശുവിൻ്റെ അമ്മയാണ് എന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ്. ഈ നിലപാടാണ് ഞങ്ങളുടെ. അതുകൊണ്ട് മരിയോളജിയുമായി ബന്ധപ്പെട്ടുള്ള ദൈവശാസ്ത്രപരമായ ഞങ്ങളുടെ തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ അമ്മയോടുള്ള ഞങ്ങളുടെ സമീപനം അങ്ങനെ തന്നെയാണ് എന്ന് ആദ്യമേ സൂചിപ്പിക്കുക. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ മറിയത്തിന് നിർണായകമായ സ്ഥാനമുണ്ടെന്ന് കത്തോലിക്ക സഭ വിശ്വസിക്കുന്നു. മറിയത്തിൻ്റെ ദിവ്യ മാതൃത്വം, അമലോത്ഭവം, നിത്യകന്യകത്വം, സ്വർഗാരോഹണം, മധ്യസ്ഥത തുടങ്ങിയ വിഷയങ്ങളിൽ കത്തോലിക്ക സഭയ്ക്ക് തങ്ങളുടേതായ വീക്ഷണവും നിലപാടുമുണ്ട്. എന്നാൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്, ഈ വിഷയം പ്രചരിപ്പിക്കപ്പെടുന്നത് മുഴുവനും ദൈവശാസ്ത്രപരമായ ഒരു സൈദ്ധാന്തികമായ അടിത്തറയിൽ നിന്നുകൊണ്ടല്ല. നമുക്കറിയാം, അമ്മ മറിയത്തിൻ്റെ ദിവ്യ മാതൃത്വത്തെ സംബന്ധിച്ച് ദൈവമാതാവ് എന്നുള്ള സങ്കല്പം തന്നെ എഫെസോസ് സുന്നകദോസിൽ വലിയ ഡിബേറ്റിന് വിഷയഭവിക്കപ്പെട്ട വിഷയമാണ്. തുടർച്ചയായി ദൈവിക തൃത്വം എന്ന സബ്ജക്റ്റ് തുടർച്ചയായി സുന്നകദോസ് ചർച്ച ചെയ്ത് വരികയാണ്. നിക്കിയ സുന്നകദോസിലും കോൺസ്റ്റാന്റിനോപ്പിൾ സുന്നകദോസിലുമെല്ലാം ആദ്യത്തെ 2 സുന്നകദോസ് കൊണ്ട് സാധിച്ചത് ഈ തൃത്വത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. എന്നാൽ 3-ാമത്തെ സുന്നകദോസ് കർത്താവിൻ്റെ മനുഷ്യാവതാരം സംബന്ധിച്ചുള്ള ഉപദേശത്തെ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയാണ്. അതിൽ യേശുക്രിസ്തുവിൻ്റെ അവതാരത്തെക്കുറിച്ച്, ഇൻകാർണേഷനെക്കുറിച്ച്, മാനിഫെസ്റ്റേഷനെക്കുറിച്ച് 5-ാം ശതാബ്ദത്തിൽ പ്രധാനമായും 3 അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന്, അപ്പോളനേറിയൻ മതക്കാർ മനുഷ്യത്വത്തെ നിഷേധിച്ചു എന്നുള്ളൊരു ചിന്തയാണ്. 2, അന്ത്യോക്യയിലെ ചില വൈദികർ ദൈവസ്വഭാവ നിമിത്തം യേശുവിന് കഷ്ടപ്പെടാൻ അസാധ്യമാണ് എന്നുള്ള ഒരു ചിന്തയാണ്. 3-ാമത്തത് അലക്സാണ്ട്രിയയിലും പാശ്ചാത്യ സഭയിൽ പൊതുവെ ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും തുല്യ നിലയിലുണ്ടായിരുന്നു, അന്യോന്യം
കലരാതെയുള്ള വശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വാദമാണ്. എന്നാൽ വലിയ തർക്കത്തിലേക്ക് ഈ വിഷയം പോകാൻ കാരണം യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണമായ മനുഷ്യത്വം നിഷേധിക്കുന്ന ഈ അപ്പോളനേറിയൻ വാദക്കാർ രംഗത്ത് വരികയും ആ വിശ്വാസ ഖണ്ഡനത്തിൻ്റെ ഭാഗമായി ഈ ക്രിസ്റ്റോളജിക്കൽ കോൺട്രവേഴ്സ് വലിയ ഡിബേറ്റിലേക്ക് നീങ്ങിയുണ്ടായി. ഇതിനിടയിലാണ് കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസ് ആയിരുന്ന അവരോധിക്കപ്പെട്ട അന്ത്യോക്യയിലെ പഴയ പ്രസ്ബിറ്റർ നെസ്റ്റോറിയസിൻ്റെ ചാപ്ലൈനായ അനാസ്തോസ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നടത്തിയ ഒരു പ്രയോഗം, ഒരു പരാമർശം AD 428. അതിങ്ങനെയാണ്: മറിയം കേവലം ഒരു സ്ത്രീ മാത്രമായിരുന്നതിനാൽ മറിയാമിനെ ദൈവമാതാവെന്ന് വിളിച്ചുകൂടാ. ദൈവം ഒരു സ്ത്രീയിൽ നിന്ന് ജനിക്കുക എന്നത് അസാധ്യമാണ്. കന്യമറിയാമിനെ ക്രിസ്തുവിൻ്റെ മാതാവെന്ന് മാത്രമല്ലാതെ ദൈവജനനി എന്ന് വിളിച്ചുകൂടുന്നു. മശിഹായിൽ 2 സ്വഭാവങ്ങൾ ക്നുമാകൾ ഉണ്ട് എന്നായിരുന്നു ഈ നെസ്റ്റോറിയൻസിൻ്റെ വാദം എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം നിഷേധിച്ച അപ്പോളോനേറിയസിൻ്റെ വിശ്വാസ ഖണ്ഡനത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ വിധത്തിലുള്ള അഭിപ്രായങ്ങളെല്ലാം പിന്നീട് മുന്നോട്ട് വന്നത്. എന്നാൽ ഇവിടെ മുമ്പേ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ചോദ്യം ചെയ്യപ്പെടും. മദർ ഓഫ് ഗോഡ് എന്നുള്ള കോൺസെപ്റ്റ് നിഷേധിച്ചാൽ എന്നൊരു വാദവും ഉയർന്നു വന്നു. അത് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിഷയമാണ്. മരിയോളജിയുടെ അല്ലെങ്കിൽ മദർ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടി ഉയർത്തുന്ന ഒരു വാദമാണ്. എന്നാൽ നെസ്റ്റോറിയൻസ് ഈ വാദം മുന്നോട്ട് വെച്ചപ്പോൾ അലക്സാണ്ട്രിയയിലെ ബിഷപ്പായ കൂർലോസ് ഇതിനെ ശക്തമായി എതിർത്തു. തർക്കങ്ങൾ പിന്നോട്ട് പോയി. പിന്നീടാണ് ഈ നെസ്റ്റോറിയൻസിനെ തന്നെ മുടക്കി പുറത്താക്കി. ആ സുന്നകദോസ് ഒരു ആളുകൾ വരുന്നതിന് മുമ്പേ നേരത്തെ കൂടി, അന്ത്യോക്യ ബിഷപ്പുമാരൊക്കെ എത്തുന്നതിന് മുമ്പേ നേരത്തെ കൂടി ഇദ്ദേഹത്തെ പുറത്താക്കിയ ഒരു തെറ്റായ പ്രാക്ടീസ് നടന്ന ഒരു സുന്നകദോസ് തന്നെയായിരുന്നത്. എന്നാൽ അവിടെയും ദേവീ സങ്കല്പത്തിലേക്ക്, ആരാധനാ സങ്കല്പത്തിലേക്ക് ഒരിക്കലും കന്യമറിയാമിനെ ഉയർത്തിക്കൊണ്ട് വരരുത് എന്ന് പോലും പറഞ്ഞുകൊണ്ട് ചർച്ചകൾക്ക് വഴങ്ങിയാണ് ഉണ്ടായത്. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് സ്വതവേയുള്ള ശക്തി, ഇന്നേറ്റ് പവർ, വ്യക്തിപരമായ വരം, പേഴ്സണൽ ഗിഫ്റ്റ്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണോ അമ്മ മറിയം പ്രാർത്ഥന കേൾക്കുന്നത്? ദൈവമൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നാണ് പ്രത്യേകമായി ഇവർ മുന്നോട്ട് വെക്കുന്ന വാദമെന്ന് പറയുന്നത്. ഇങ്ങനെ സഭാംഗങ്ങൾക്ക് അമ്മ മറിയത്തെ നേരിട്ട് മനസ്സിലാക്കാനും മാതാവിന് സഭാംഗങ്ങളെ അറിയാനുമുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് പവർ അമ്മ മറിയത്തിന് ഉണ്ടോ? വസ്തുതാപരമായി ഈ സംഭവങ്ങളൊന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. വ്യക്തമായി പറഞ്ഞാൽ ഒരു മേരി ലെജൻഡ്സ്, മരിയം കഥകളെ ചുറ്റിപ്പറ്റി ശേഖരിക്കപ്പെട്ട് 12ാം നൂറ്റാണ്ടിൽ പ്രബലമായ വലിയ തരത്തിലുള്ള കഥകളുമായി ബന്ധപ്പെട്ടാണ്. കാരണം 431 ദൈവമാതാവ് എന്ന് പറയുമ്പോൾ 4ാം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന മുഴുവൻ തർക്കങ്ങളും ഉണ്ടായത്. 4ാം നൂറ്റാണ്ടിന് ശേഷം. അതിനു മുമ്പ് ദൈവമാതാവ് ആരും അംഗീകരിച്ചിരുന്നില്ലേ? നിത്യകന്യകത്വം പിന്നീടുള്ള സുന്നകദോസ് ഏകദേശം 649. അതിനു മുമ്പ് ഇത് ആളുകൾ വിശ്വസിച്ചിരുന്നു. 1854 അമനോത്ഭവം പോലും ചർച്ചയായത്. അതിനു മുമ്പിലോ 1950 സ്വർഗാരോഹണം പോലും പിയൂസ് 12 മാർപ്പാപ്പയുടെ കാലത്ത് രംഗത്ത് വന്നത്. അപ്പോൾ ഇതെല്ലാം 4ാം നൂറ്റാണ്ടിന് ശേഷവും 12ാം നൂറ്റാണ്ടോടുകൂടി പ്രബലമാവുകയൊക്കെ ചെയ്ത മേരി ലെജൻസുമായി ബന്ധപ്പെട്ടുള്ള കഥകളാണ്. ഇതിൻ്റെ സോഴ്സ് ഒരിക്കലും ദൈവശാസ്ത്രപരമല്ല. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ആധികാരികമായി നേരിട്ടോ പ്രത്യക്ഷമായോ പരോക്ഷമായോ യാതൊരു തെളിവും ബൈബിളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് ദിവ്യമാതാ സങ്കല്പം ബൈബിൾ വിരുദ്ധമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. മറിയത്തെ പറ്റിയുള്ള സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവശാസ്ത്രമല്ല. അത് ഞാൻ പറയാതെ ഫാദർ അഗസ്റ്റിൻ അത് വഴങ്ങുകയുണ്ടായി. ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്, ഹെർമനോട്ടിക്സ് ആണ്. ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളിലൂടെയാണ്, ഇങ്ങനെയുള്ള ചിന്തകളുടെയാണ് അദ്ദേഹം ദൈവശാസ്ത്രത്തെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു, എക്സ്ക്ലൂസിവിസത്തെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു. യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന ഉറക്കെ പറഞ്ഞിട്ട് അടക്കത്തിൽ അദ്ദേഹം മാനവികതയിലേക്കും ഒരു തരത്തിലുള്ള റിലീജിയസ് വൈഡർ എക്യുമെനിസത്തിലേക്കും ഒക്കെ വഴുതി പോകുന്ന ഒരു വലിയ മാനവികതയിലേക്കും ഒരു ഇൻക്ലൂസിവിസത്തിലേക്കും ഒക്കെ പോയത് നമ്മൾ മനസ്സിലായി. ഇതാണ്
കാതലിക് തിയോളജിയുടെ വലിയ അപകടം എന്ന് പറയുന്നത്. ഇതാണ് മരിയൻ വിജ്ഞാനത്തിൻ്റെയും മരിയൻ ഡിവോഷൻ്റെയും വലിയ തരത്തിലുള്ള ദുരന്തം എന്ന് പറയുന്നത്. അത്തരത്തിലേക്ക് തങ്ങളുടെ വിഷയങ്ങളെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി, ദൈവശാസ്ത്രപരമായി ഉറപ്പിക്കുന്നതിന് വേണ്ടി ബൈബിളിൻ്റെ ആധികാരികത നിൽക്കാതെ വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്നു. അതാണ് മരിയപ്പറ്റിയുള്ള സിദ്ധാന്തങ്ങളുടെ ഒരു അടിസ്ഥാനം തന്നെ വ്യാഖ്യാനമാണ്. പ്രസക്തമായി ഉന്നയിക്കുന്നൊരു വിഷയം, യേശുവിനെ പറ്റിയുള്ള സത്യം സംരക്ഷിക്കാൻ എന്തിനാണ് ഇങ്ങനെ മഹത്വം കൽപ്പിക്കുന്നത്? ഉള്ള മഹത്വം ഞാൻ പറഞ്ഞില്ല, അമ്മ മറിയത്തിന് നിലനിൽക്കുന്ന ഒരു 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 ബ്ലസ്ഡ് ക്യാരക്ടറാണ്, ഒരു സ്ട്രോങ് വുമൺ തന്നെയാണ്. അതിനപ്പുറത്തായി യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തിനാണ് മരിയത്തിന് കൂടുതൽ മഹത്വം നൽകുന്നത്? ദൈവമാതാവായി നിർദ്ദേശിക്കുന്നത് ദൈവം തിരഞ്ഞെടുത്ത മധ്യസ്ഥയാണ്. ഇന്റർമീഡിയറ്റിനെ കുറിച്ച് അവിടെ പറഞ്ഞല്ലോ. അവസാനം വന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥത പോലും നിഷേധിക്കപ്പെടുന്ന യോഹന്നാന്റെ സുവിശേഷ വാക്യം നിങ്ങൾ എന്നോട് ഇന്നും ചോദിക്കത്തില്ല. അത് പിന്നീട് കാണുന്ന, അല്ലെങ്കിൽ ട്രയൂണിറ്റി ഒന്നായി നമ്മൾ കാണുന്ന പല സന്ദർഭങ്ങളിലും വെളിപ്പാട് പുസ്തകമടക്കം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒന്നും ഈ ഇന്റർമീഡിയറ്റ് പവറിലേക്ക്, മധ്യസ്ഥത ഭാഗത്തേക്ക് ഒരിക്കലും അമ്മ മറിയം വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇവിടെ ഒരിക്കലും ഒരു രക്ഷകയുടെയോ സഹരക്ഷകരുടെയോ ആവശ്യമില്ല. അത്രയ്ക്ക് ദുർബലമായ രക്ഷണീയ പ്രവൃത്തിയല്ല അവിടെ നടക്കുന്നത് എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഏക മധ്യസ്ഥത സിദ്ധാന്തത്തെ നെടുകെ പുലർത്തുന്നതും യേശുക്രിസ്തുവിൻ്റെ ഏക മധ്യസ്ഥത ദൈവശാസ്ത്ര നിലപാടിനെ ദുർബലപ്പെടുത്തുന്നതാണ്. അമ്മ മറിയത്തെക്കുറിച്ചാകട്ടെ മറ്റേത് മധ്യസ്ഥരെക്കുറിച്ചുള്ള ചർച്ചകളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നു. എവിടെയാണ് കാനാവിലെ കല്യാണത്തിന് മധ്യസ്ഥം വഹിച്ചത്? തൻ്റെ അമ്മയുടെ അപേക്ഷ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാണോ? എത്രയോ അത്ഭുതങ്ങൾ അതിനുശേഷം ചെയ്തു അവിടെ നൽകിയത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കണം. പിന്നെ ബോധപൂർവ്വം ഒരു കാര്യം വ്യക്തമായി പറഞ്ഞല്ലോ, അമ്മ മറിയത്തിൻ്റെ മധ്യസ്ഥം ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയ്ക്ക് തുല്യമല്ല. അതോടുകൂടി അമ്മ മറിയത്തിൻ്റെ ഇന്റർമീഡിയറ്റ് പവർ എന്ന് പറയുന്ന വാദം പൊളിയുകയാണ്. യേശുക്രിസ്തുവിന് തുല്യമായ മധ്യസ്ഥത അല്ലെങ്കിൽ പിന്നെന്ത് മധ്യസ്ഥത? യേശുക്രിസ്തുവിനും ഇന്റർമീഡിയറ്റ് പവർ ഉണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനും മധ്യസ്ഥത സ്ഥാനമുണ്ടെങ്കിൽ, ആ പൊസിഷൻ ഉണ്ടെങ്കിൽ, പിന്നെന്തിനാണ് വേറെ മധ്യസ്ഥർ? അതിന് തുല്യമായ മധ്യസ്ഥത ഇല്ലെങ്കിൽ പിന്നെന്തിനാണ്? അങ്ങനെ തൻ്റെ ജനത്തോട് നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന, നേരിട്ടിടപെടാൻ കഴിയുന്ന, അതുകൊണ്ടാണ് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ അവന് നിങ്ങളോട് നേരിട്ട് കൽപ്പിക്കാൻ കഴിയും. അവിടെയും ഇന്റർമീഡിയറ്റ് പവർ അസ്ഥാനമാകുകയാണ്. അപ്പം അത്തരത്തിലേക്ക് ആ ക്രിസ്തുവിൻ്റെ തുല്യമായ മധ്യസ്ഥത ഇല്ല എന്ന് സമ്മതിക്കവേ മറിയൻ്റെ മധ്യസ്ഥത ദൈവശാസ്ത്രപരമായി ചോദ്യം ചെയ്യപ്പെടുകയാണ്. മറിയയുടെ മധ്യസ്ഥന് ദൈവത്തിൻ്റെ പദ്ധതിയെ എന്തെങ്കിലും മാറ്റാൻ കഴിയുമോ? തിരുത്താൻ കഴിയുമോ? അപ്പോൾ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി ദൈവമായി സുവിശേഷങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ജന്മം നൽകിയ അമ്മ മറിയത്തെ ദൈവമാതാവായി അംഗീകരിക്കപ്പെടണമെന്നുള്ള നിർബന്ധം എന്തിനാ? യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി ദൈവമായി സുവിശേഷം വെളിപ്പെടുത്തുന്നു. അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം തെളിയിക്കാൻ, യേശുക്രിസ്തുവിൻ്റെ ദൈവപുത്രത്വം തെളിയിക്കാൻ അമ്മ മറിയത്തെ ദൈവമാതാവായി അംഗീകരിക്കണമെന്നുള്ള ശാഠ്യം വളരെ അംഗീകരിക്കാൻ പറ്റാത്ത ദൈവശാസ്ത്രപരമായ ഒരു ശുണ്ഠി തന്നെയാണ്, ഒരു ശാഠ്യം തന്നെയാണ്. അതിനാവശ്യമില്ല. യോസഫിനും മറിയത്തിനും രണ്ടാമതുണ്ടായ കുഞ്ഞാണ് യേശുവെങ്കിൽ പോലും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം അംഗീകരിക്കാൻ തയ്യാറായ ആളാണ് ഞാൻ. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം തെളിയിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടല്ല. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം താങ്ങി നിർത്തുന്നത് അമ്മ മറിയത്തിൻ്റെ നിത്യകന്യകത്വമോ മധ്യസ്ഥതയോ ദൈവമാതാവെന്ന് ആരോപിക്കുന്ന ഗുണങ്ങളോ ഒന്നുമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ യോസഫും അമ്മ മറിയാമും തമ്മിൽ കുടുംബജീവിതം നയിച്ചിരുന്നു എന്ന് തർക്കത്തിൽ പോലും വാദിച്ചാൽ പോലും എനിക്ക് യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിന് സംശയം ഉണ്ടാകില്ല. കാരണം ഇതൊന്നുമല്ല, ജനനം പോലുമല്ല, തൻ്റെ ജീവിതവും സ്വഭാവവും ശുശ്രൂഷയും തൻ്റെ ആളത്വപരമായ തന്നിൽ സമ്മേളിച്ചിരിക്കുന്ന തൻ്റെ സാരാംശമൊക്കെയാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമായി ബന്ധപ്പെട്ട വിഷയം. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ താങ്ങി നിർത്താൻ വേണ്ടി അമ്മ മറിയത്തിൻ്റെ മദർ ഓഫ് ഗോഡ് എന്നുള്ള കോൺസെപ്റ്റ് അംഗീകരിക്കണം എന്നുള്ള വാദം തെറ്റായ ഒരു വാദം തന്നെ. അതിൻ്റെ ആവശ്യമില്ല. മധ്യസ്ഥ വഹിക്കാൻ കൃപ ലഭിച്ചു എന്നതിന് എവിടെയെങ്കിലും ബൈബിളിൽ തെളിവുണ്ടോ? ഇപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ അപകടകരമായ വസ്തുത എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്,
പക്ഷേ എന്താണ് ഈ പക്ഷേ? അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് മറിയമിനുള്ള പ്രാർത്ഥനകളും മധ്യസ്ഥതകളും പെരുന്നാളുകളും എല്ലാം ഒരു വിഗ്രഹാരാധനയിലേക്ക് നയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നയിക്കപ്പെടുന്നു എന്നല്ല, പെട്ടു എന്നുള്ളതാണ്. അതാണ് നവീകരണ സഭയുടെ വീക്ഷണം എന്ന് പറയുന്നത്. അതാണ് മെക്സിക്കോയിലും സ്പെയിനിലും ഫ്രാൻസിലും ഒക്കെ പേഗൻ ദേവതകളുടെ വിഗ്രഹങ്ങളെ മറിയാമിൻ്റെ വിഗ്രഹങ്ങളാക്കി രൂപാന്തരപ്പെടുത്തി ആരാധന നടക്കുന്നത്. അവയെ ദേവതയായി ആരാധിച്ചു വരുന്നുള്ള വിമർശനം നിലനിൽക്കുന്നത്. അത്തരത്തിലേക്ക് ആ ദേവതാ സങ്കല്പം എല്ലാം ഉണ്ട്. അവിടെയും അമ്മ ദൈവ ആ ഒരു തോട്ടിലേക്ക് ഇടയ്ക്ക് ഫാദർ അഗസ്റ്റിൻ വരികയുണ്ടായി. എന്താണ് ആ വാക്ക് ഉപയോഗിച്ചത്? അവിടെ അങ്ങൊരു വാക്ക് ഇടയ്ക്ക് ഉപയോഗിക്കുകയുണ്ടായി. അത് ഈ അമ്മയെ സങ്കല്പിക്കുന്ന തരത്തിലേക്ക് ആ ഒരു ഫെമിനിസ്റ്റ് ആത്മീയതയിൽ നിന്നാണ് ദേവതാ സങ്കല്പം ഉണ്ടാകുന്നത്. അമ്മ ദൈവങ്ങൾ പോലും നാട്ടിലുണ്ടാകുന്നത്, ദേവതാ സങ്കല്പം ഉണ്ടാകുന്നത് അതിൽ നിന്നാണ്. ഡയാനയാകട്ടെ, മഡോണയാകട്ടെ, അധീനയാകട്ടെ, അസ്തരോസ് ആകട്ടെ, അത് ഇങ്ങ് വന്നിട്ട് അത് ഭദ്രകാളിയാകട്ടെ, ഇതെല്ലാം ഈ ഫെമിനിസ്റ്റ് ആത്മീയത രൂപപ്പെടുന്നത്. ഏറ്റവും വലിയ അപകടകരമായ സൂചന എന്ന് പറയുന്നത് ഈ ആരാധനയും ഈ മധ്യസ്ഥലും പ്രാർത്ഥനകളും പെരുന്നാളുകളെല്ലാം ഒരു ഐഡൽ വർഷിപ്പിലേക്ക് നയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പിച്ചള സർപ്പത്തെ ഉയർത്തി, അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നാണ്. പക്ഷേ അത് പിന്നീട് എന്താകുന്നു? നിലനിൽക്കുന്ന ഒരു സർപ്പാരാധന കൾട്ടിൻ്റെ സ്വാധീനമായി ബന്ധപ്പെട്ട് അവരതിൻ്റെ ആരാധനയിലേക്ക് നീങ്ങുകയും യഹോവയുടെ ആരാധനയെ പോലും ദുർബലപ്പെടുത്തിക്കൊണ്ട് ഒരു കൾട്ട് വർഷിപ്പിലേക്ക് പോവുകയും പിന്നീട് യെഹിസ്കിയാവിൻ്റെ കാലത്ത് ഈ നെഗുഷ്ഠാനെ പിന്നെ തകർക്കുകയും ചെയ്യുകയാണ്. ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് തെന്നി മാറി അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് ഒരു കൾട്ട് വർഷിപ്പിലേക്ക് മാറുകയാണ്, ഒരു ഐഡൽ വർഷിപ്പിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇതിൻ്റെ വലിയ ദുരന്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്റ്റോളജി തള്ളി പറഞ്ഞാലും കത്തോലിക്ക സമൂഹം മരിയോളജി തള്ളി പറയത്തില്ല. കാരണം ആ തരത്തിലേക്ക് അതൊരു കൾട്ട് വർഷിപ്പായി അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പ്രവർത്തനത്തിന് തുല്യമായി മരിയെ പ്രതിഷ്ഠിക്കാനുള്ള ഉദ്യമം തന്നെയാണ് ആദ്യം ഫാദർ അഗസ്റ്റിൻ നടത്തിയത്. അതാണ് ഈ സഹായ രക്ഷകൻ. രക്ഷകന് ആരുടെ സഹായത്തിന് ആവശ്യമില്ല. രക്ഷകൻ ഒറ്റയ്ക്കായിരുന്നു, നമുക്ക് എല്ലാം അറിയാം. അമ്മ മറിയ മാത്രമല്ല, യോസഫിനെ കുറിച്ച് എന്താ പറയാത്തത്? ഇതുമായി ബന്ധപ്പെട്ട് കൂടെ നടന്ന ശിഷ്യന്മാരെ കുറിച്ച് എന്താ പറയാത്തത്? അപ്പോൾ ആ തരത്തിലേക്ക് ഇങ്ങനെ ഉയർത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇതുമായി ഈ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആളുകളുണ്ട്. ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് അമ്മ മറിയ റോള് വഹിച്ചതുപോലെ തന്നെ അതിനൊരിക്കലും ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. ആ പീഡാനുഭവങ്ങളെക്കുറിച്ചും ക്രൂശിൻ്റെ ചുവട്ടിലെ അനുഭവങ്ങളെക്കുറിച്ചും അമ്മ എന്ന നിലയിലുള്ള എല്ലാ തരത്തിലുള്ള ആ സ്റ്റാറ്റസിനെ, റോളിനെ ഒരിക്കലും കുറച്ച് കാണാൻ സാധ്യമല്ല. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ദുരന്തം അതല്ല. ഏറ്റവും വലിയ ദുരന്തം ദൈവിക സങ്കല്പത്തെയും ആരാധന സങ്കല്പത്തെയും പോലും അട്ടിമറിക്കുന്ന നിലയിലേക്ക് എവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് തുല്യമായി മരിയെ പ്രതിഷ്ഠിക്കാനുള്ള ഉദ്യമം നിലനിൽക്കുന്നു. റോമാസഭ നടത്തുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് അമരോത്ഭവ സിദ്ധാന്തം തന്നെ അവതരിപ്പിക്കപ്പെടുന്നത്. പാപമുണ്ടെന്ന് പറഞ്ഞ് യേശുവിന് അങ്ങ് ഏതാണ്ട് പറ്റിപ്പോയി. യേശുവിനൊന്നും പറ്റത്തില്ല. മരിയെന്ന് ഒന്നും സ്വീകരിച്ചില്ല. അമ്മ മരിയത്തിൽ നിന്നും ഒന്നും യേശു ക്രിസ്തു സ്വീകരിച്ചില്ല എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതൊന്നും ഈ അമ്മ മറിയത്തിന് ഉദരത്തിൽ ജനിക്കുക മാത്രമല്ല, ഈ പാവമുള്ള ലോകത്ത് ജീവിച്ചു, എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളെയും മറികടന്ന് ജീവിച്ച യേശു ക്രിസ്തു ആ ജനനമല്ല, ആ യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും സ്വഭാവവും വ്യക്തിപ്രഭാവവും ആ ദൈവത്വവും യേശു ക്രിസ്തു നിത്യമായ പുത്രത്വത്തെയും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടി അമ്മ മറിയത്തിന് മറ്റൊരു സ്ഥാനം കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പരികൽപ്പനകൾ നൽകി, ആരോപണങ്ങൾ നൽകി ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യമില്ല. യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിപ്രഭാവം നിസ്തുല്യമാണ്. ക്രിസ്തുവിൻ്റെ രക്ഷണീയ സിദ്ധാന്തം അത് സമാനതകളില്ലാത്തതാണ്, മൗലികമാണ്. അടുത്ത 15 മിനിറ്റ് അവതരണത്തിന് വേണ്ടി ബ്രദർ അബിൻ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റെപ്യൂട്ടേഷൻ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ 2 ഗുരുക്കന്മാരെ, ഫാദർ അമ്പാട്ടുവിൽ VC, ഫാദർ റോയ് പാലാട്ട് CMI, ഷാലോം മീഡിയ ഹെഡ്, അതുപോലെ ഫാദർ അമ്പാട്ടുവിൽ വിൻസിഷൻ സഭയുടെ പൊതുചാടകനാണ്. അവരെ പ്രത്യേകം ഓർക്കുകയാണ് ഈ നിമിഷത്തിൽ. അപ്പം ആദ്യം പാസ്റ്ററോട് പറഞ്ഞത് നെസ്തോറിയൻ ചിന്തയെക്കുറിച്ചാണ്. അദ്ദേഹം നെസ്തോറിയൻസിനെക്കുറിച്ച് വളരെയധികം വിശാലമായിട്ട് അവതരിപ്പിച്ചു. ഈ നെസ്തോറിയനെ ആദിമസഭയിൽ നിന്ന് പുറത്താക്കിയതാണ്. അതെല്ലാവർക്കും കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം. അത് സഭാചരിത്രത്വം നിങ്ങൾ നോക്കുമ്പോൾ നെസ്തോറിയനെ സഭയുടെ പാട്രിയാർക്കി പദവിയിൽ നിന്ന് പുറത്താക്കിയതാണ്. 2, അദ്ദേഹം അതൊരു ഹെറിറ്റിക്സ് ആണ്.
ആദിമസഭയ്ക്ക് എതിരായിട്ട് നിന്ന ഒരു പാഷാണ്ഡതയാണ്. പാഷാണ്ഡതയാണ് അദ്ദേഹം ഇവിടെ നിങ്ങളുടെ ചർച്ചകളിലൊക്കെ പറയുന്നത് തന്നെ. ഒന്ന്, അദ്ദേഹം വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അറ്റാക്ക് മുകളിലേക്ക് മാറുന്നത്. നിങ്ങൾ വിചാരിക്കരുത് അറ്റാക്ക് ചെയ്യുവാണെന്ന്. അതുപോലെ തന്നെ ഹെൽത്തി വ്യൂസ് പറയുന്നതാണ് വേറെ വിവാഹം കഴിച്ച് പിള്ളേരൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അദ്ദേഹം 3-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഹെൽത്തി വ്യൂസ് പോലെ തന്നെ വേറെ ഒത്തിരി ചിന്തകർ ഈ യാക്കോബിൻ്റെ ഗോസ്പൽ വെച്ച് ഒന്നിൽ കൂടുതൽ മക്കളുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ആദിമസഭയിൽ നിന്ന് പുറത്തു പോയ സാധനങ്ങളാണ്. ഇതൊക്കെയാണ് ഇപ്പോഴും പെന്തക്കോസ്റ്റൽ സമൂഹങ്ങൾ വിശ്വസിക്കുന്നു പറയുമ്പോൾ, 2 ഹെറിറ്റിക്സ് തിയോളജിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നു പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെയധികം വേദനാജനകമാണ്. സഭയിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ലെന്നുള്ള ഒരു ചിന്തയിലേക്ക് എനിക്ക് മൂവ് ചെയ്യേണ്ടതായി വരുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ബൈബിളാണ് എല്ലാത്തിലും ഉറവിടം. ഈ ബൈബിള് ഞാൻ കഴിഞ്ഞ ഡിസംബർ 29 റിന്യൂവൽ സെൻറ്ററിൽ വെച്ച് പാസ്റ്റർ ജെയിംസ് പാണ്ഡ്രാൻ ഡിബേറ്റിൽ ഞാൻ അദ്ദേഹത്തെ ഒരു കാര്യം ചോദിച്ചായിരുന്നു. വിശുദ്ധ ബൈബിൾ എന്നുണ്ടായി എന്ന ചോദ്യത്തിന് അദ്ദേഹം ഇന്നുവരെ എന്നോട് ഉത്തരം വന്നിട്ടില്ല. വിശുദ്ധ ബൈബിൾ എന്നുണ്ടായി, വിശുദ്ധ ബൈബിളിൻ്റെ ക്രോഡീകരണം എന്ത് സംഭവിച്ചു? വിശുദ്ധ ബൈബിളിലെ ക്രോഡീകരണം 382 റോമിൽ നടന്ന പോപ്പ് ഡെമാക്കസിന്റെ നേതൃത്വത്തിൽ നടന്ന ആ കാലം 382 ബൈബിളിന്റെ ക്രോഡീകരണം നടക്കുന്നത്. ആദിമസഭയിൽ ബൈബിളിന്റെ ക്രോഡീകരണം ഇല്ലായിരുന്നു. പിന്നെ അദ്ദേഹം ബൈബിളാണ് എല്ലാത്തിനും ഉറവിടെന്ന് പറഞ്ഞത് എങ്ങനെയാണ്? അതായത് ആദിമസഭ 3-4 നൂറ്റാണ്ട് വരെ ബൈബിൾ ഇല്ലാതെ നടന്നുകൊണ്ടിരുന്നത്, സഭയെ നയിച്ചുകൊണ്ടിരുന്ന സഭയുടെ പാരമ്പര്യങ്ങളും സഭയുടെ അപ്പസ്തോലന്മാരുടെ പ്രബോധനവുമാണ്. അന്ന് ബൈബിളില്ല, ബൈബിൾ എഴുതപ്പെട്ടിട്ടില്ല. അതുമല്ല 14-ാം നൂറ്റാണ്ട് വരെ ബൈബിൾ പൂർണ്ണമായിട്ടൊരു സാധാരണ വ്യക്തികളെ ഇല്ലായിരുന്നു താനും. അപ്പോൾ ഞങ്ങൾ പറയും കത്തോലിക്ക സഭ പരിഭാഷയെ നിരുത്സാഹപ്പെടുത്തി എന്ന് പറയും. പക്ഷേ 10,000 മേളിൽ, ഈവൻ അർമേനിയൻ ഭാഷയിൽ പോലും 10,000 മേളിൽ കോപ്പിയിൽ ലഭ്യമായിരുന്നു. നിങ്ങൾക്ക് ഇന്ന് ഇൻ്റർനെറ്റിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇൻ്റർനെറ്റിൽ നോക്കി അറിയാം. അടുത്ത് ഞാൻ അദ്ദേഹം പറഞ്ഞതിന് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. എല്ലാത്തിനും ഉറവിടം ബൈബിൾ, എല്ലാത്തിനും ഉറവിടം. ഈ ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ എങ്ങനെയാണ് സഭയെ നയിച്ചുകൊടുക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന അനേകം പാസ്റ്റർമാരുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി, ഞാൻ നിങ്ങൾ എൻ്റെ ബനികൾ നോക്കും പറയുമ്പോൾ എക്സ്പ്ലോർ എന്നാണ് കിടക്കുന്നത്. എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക, അന്വേഷിച്ച് പോവുക. നിങ്ങളിന്ന് വീട്ടിൽ പോയിട്ട് ആലോചിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ആദിമസഭയിൽ എങ്ങനെയാണ് സഭാപിതാക്കന്മാർ അല്ലെങ്കിൽ ബൈബിൾ ഇല്ലാതെ നയിച്ചത്? അതിനെക്കുറിച്ച് നിങ്ങൾ പഠനം നടത്തിയാൽ നല്ലതായിരിക്കും ഞാൻ വിശ്വസിക്കും. ഇതൊരു 1000 പ്രാവശ്യം 1500 വർഷമായിട്ട് ഓരോ വ്യക്തികളും പറയുന്നതാണ്. പക്ഷേ ഈ ബൈബിൾ ഇല്ലാതെ, ഈ 300 വർഷം ബൈബിൾ ഇല്ലാതെ എങ്ങനെയാണ് സഭ മുന്നോട്ട് പോയത്? അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അടുത്ത സഭാ ചരിത്രത്തിൽ പരിശുദ്ധി അമ്മേനെ എങ്ങനെ കണ്ടു? അദ്ദേഹം വളരെയധികം റോമൻ ദേവതമാരെ ആരാധിച്ചു, അതുപോലെ തന്നെ അബ്നോർമൽ സിദ്ധാന്തം, അങ്ങനെയൊക്കെ ഒത്തിരി അദ്ദേഹം പറഞ്ഞു. അതൊക്കെ ഹെറിറ്റിക്സ് ആണ്. അതൊന്നും സഭയുടെ അടിസ്ഥാന പ്രബോധനമല്ല. ആദിമസഭ അതെല്ലാം തള്ളിക്കളഞ്ഞ സാധനങ്ങൾ. അദ്ദേഹം ആദ്യം തന്നെ 2 ഹെറിറ്റിക്സ്, നെസ്തോറിയസും ഹെൽത്തിവൂസിന്റെ തിയോളജി കൊണ്ടുപോയി. അത് ഹെറിറ്റിക്സ് ആണ്. ആദിമസഭയിൽ അത് അങ്ങനെ അത് തള്ളിക്കളഞ്ഞതാണ്. അതിനെ പാഷാണ്ഡതയായിട്ട് തള്ളിക്കളഞ്ഞതാണ്. ആ പാഷാണ്ഡതയായിട്ട് തള്ളിക്കളഞ്ഞതിനെ മറ്റുള്ള ഏതെങ്കിലും സഭാപിതാക്കൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. അടുത്തത് അദ്ദേഹം സൂനകോസുകൾ, നിക്കേ സൂനകോസ്, ഫസ്റ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ, അതുപോലെ തന്നെ ഓക്കെ, അദ്ദേഹം എഫേസൂസ് കൗൺസിലുകളെ, ഫസ്റ്റ് നിക്കെ എഫേസൂസ്, കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലുകളെ, കാൽസിഡോൺ, അതുപോലെ തന്നെ പിന്നെ സെക്കൻഡ് നിക്കെ, അങ്ങനെ 7 എക്യുമെനിക്കൽ കൗൺസിലുകളാണ്. അപ്പോൾ നിങ്ങളൊന്ന് കേൾക്കാൻ സാധ്യത കുറവാണ് അങ്ങനെ കൗൺസിലുകളെ കുറിച്ചൊക്കെ. അപ്പം ഈ കൗൺസിലുകളിലാണ് ദൈവശാസ്ത്ര തിയോളജി ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ആദ്യത്തെ നിക്കെ സൂനകോസിലാണ് ത്രിത്വം എന്ന അടിസ്ഥാനം രൂപപ്പെടുന്നത്. അതിനകത്ത് പ്രൊട്ടസ്റ്റന്റ് തിയോളജിയൊന്നും ആരും പങ്കെടുത്തിട്ടൊന്നുമില്ല. അത് ആദിമസഭയിൽ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന സഭാപിതാക്കന്മാർ രൂപപ്പെടുത്തിയാണ്. കത്തോലിക്ക സഭയിലെയും അല്ലെങ്കിൽ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിലെയും സഭാപിതാക്കന്മാർ മാത്രമേ അതിനകത്ത് പങ്കെടുത്തിട്ടുള്ളൂ. ഞാൻ ചരിത്രമാണ് പറയുന്നത്. അപ്പം അതിനുശേഷം വരുന്ന തിയോളജി സഭയുടെ പരിശുദ്ധാത്മാവ് നയിച്ചുകൊണ്ട് സഭ മുന്നോട്ട് പോയി കൗൺസിലെടുത്ത തീരുമാനങ്ങളെ നമുക്ക് ഒരു നേരം കൊണ്ട് സഭയ്ക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ നമുക്ക് ത്രിത്വം എന്ന അടിസ്ഥാന ഉപദേശത്തെ തള്ളിക്കളേണ്ടി വരും. ഇത് പറയാൻ കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം ഇൻ്റർനെറ്റിൽ നോക്കിയപ്പോൾ